മൂക്കിൽ പല്ല് മുളച്ചല്ലോ, ഇനിയെങ്കിലും നന്നായിക്കൂടെ? അമ്മേ വേണ്ട, ഞാൻ കളി തീർത്തിട്ട് നോക്കാം. ശരിക്കും മൂക്കിൽ പല്ല് മുളയ്ക്കോ? മുളയ്ക്കും എന്നാണ് മെഡിക്കൽ സയൻസ് പറയുന്നത്. ചില ആളുകളിൽ മൂക്കിൽ മാത്രമല്ല, കണ്ണിൻ്റെ താഴെ, സൈനസിൽ അല്ലെങ്കിൽ ജോൻ്റെ ഏറ്റവും താഴെ ഒക്കെ പല്ലുകൾ കാണാറുണ്ട്. ഇത് ഐദർ സൂപ്പർ ന്യൂമറി ആവാം, അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റഡ് ടൂത്ത് ആവാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് നോക്കിയാലോ. ചില ആളുകളിൽ ചെറുതായിരിക്കുമ്പോൾ തന്നെ ഉയരത്ത് നിന്ന് വീഴുക, അല്ലെങ്കിൽ ചെറുതാവുമ്പോഴുള്ള നമ്മളുടെ ടൂത്ത് ബഡ്സിന് എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുക, അല്ലെങ്കിൽ എണ്ണത്തിൽ കൂടുതൽ ടൂത്ത് ബഡ്സ് ഉണ്ടാവുക, ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ ഈ ടൂത്തിന് മോണയിൽ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവില്ല. ഇനി അതും അല്ലെങ്കിൽ ജോസ് തമ്മിലുള്ള വളർച്ചാ വ്യതിയാനങ്ങളും ഇതിന് കാരണമാവും. പലപ്പോഴും മൂക്കിലൊരു തടിപ്പായിട്ടോ അല്ലെങ്കിൽ താടിയുടെ ഇടയിൽ ഒരു സ്വെല്ലിംഗ് ആയിട്ടോ, ഇനി അതും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്തിനായിട്ട് ഒരു എക്സ്റേ എടുക്കുമ്പോഴായിരിക്കും ഇത് ഡയഗ്നോസ്ഡ് ആവുന്നത്. ഇത് ഇനി എപ്പോഴാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? ഇൻആക്സസിബിൾ ആയിട്ടുള്ള ഏരിയാസിലാണെങ്കിൽ സാധാരണ ഇതൊന്നും ചെയ്യാതെ വിടാറാണ് പതിവ്. ഇനി അതല്ല, പേഷ്യൻറ്റിന് കാര്യമായ സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു സ്വെല്ലിംഗ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പസ് ഡിസ്ചാർജ്, ഇനി അതും അല്ലെങ്കിൽ ഒരു സിസ്റ്റ് ഫോർമേഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് നോട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളിത് സർജിക്കലി റിമൂവ് ചെയ്യുകയാണ് ചെയ്യുക. ഈ വീഡിയോ ഇൻഫോർമേറ്റീവായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് അറിയാൻ വേണ്ടി ഈ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്തോളൂ.